മൂന്ന് തരം ആൾക്കാർ. ആ മൂന്ന് തരം ആൾക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇമോഷണലി നിങ്ങളുടെ ഒരു രഹസ്യങ്ങളും ഒരു കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്യുകയും ചെയ്തു. ഒന്നാമത്തേത്, അല്ലെങ്കിൽ എനിക്കിന്ന് വയ്യ, മൂഡ് അത്ര ശരിയല്ല എന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെയാണ്, വീടളിയ എന്ന് പറയുന്നൊരു ടീമില്ലേ, അവര് ചെറിയ കാലം മുതലേ അങ്ങനെ ശീലിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഹേർട്ടായി എന്ന് പറയുമ്പോൾ അവരതിനെ വളരെ ചെറുതായിട്ട് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം കൂടുമല്ലേ, അതായത് നമ്മുടെ ഇമോഷൻസിനൊന്നും ഒരു വിലയില്ലേ എന്ന് തോന്നില്ലേ. അതാണ് ആ ടീമിനോട് നമ്മൾ അധികം പറയാൻ നിൽക്കണ്ട, കാരണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റിപ്ലൈ മാത്രമേ കിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത്, ശരിക്കും നമ്മളൊരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോണ്ടല്ലോ അതിനേക്കാൾ അപ്പുറത്ത് ലൗഡാക്കിയിട്ട് തിരിച്ച് അവർക്കും ഇതേ പ്രശ്നമുണ്ട്. ഞാൻ ഇതിലൂടെയൊക്കെ കടന്നു പോവാണ്, ഞാൻ കടന്നു പോകുന്ന വെച്ച് നോക്കുമ്പോൾ നീ കടന്നു പോകുന്ന സിറ്റുവേഷൻ വളരെ ചെറുതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷന് ഒന്നും അല്ലാതാക്കി തീർക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിനെ ചെറുതാക്കി കാണിക്കുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഓക്കെ ആവാം. അതല്ല, അവർ ലൗഡ് ആവും തോറും അവരുടേതാണ് പ്രശ്നം വലുത്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നമാണ് ഡ്യൂറേഷൻ കൂടുതൽ എന്നുള്ളതിനെ നമ്മളെ ചെറുതാക്കി കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഏതാണെന്നറിയോ? ഞാനീ പറയാൻ പോകുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ്. ഇവരാണ് ഗോസിപ്പ് ചെയ്യുന്ന ആൾക്കാർ. അത് വളരെ കാഷ്വലായിട്ടും യൂഷ്വലായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരുന്നിട്ട് വളരെ സേഫ് സോണിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ സേഫ് സ്പേസിലാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മളെ വിശ്വസിപ്പിച്ച് അവസാനം അവരുടെ കഥയിലെ ഒരു കോൺവെർസേഷൻ മാത്രമാക്കി നമ്മുടെ സ്റ്റോറിയെ മാറ്റും. കിട്ടിയോ? അതായത് നമ്മൾ അത്രയും വിഷമത്തിൽ ആഴത്തിൽ അവരോട് ഷെയർ ചെയ്ത പല കാര്യങ്ങളും അവരുടെ കഥയിൽ, അവരുടെ കോൺവെർസേഷനിൽ ഒന്നാക്കിയത് മാറ്റും. എന്ത് നിസ്സാരാണല്ലേ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന അതേ ആൾക്കാർ നിങ്ങളുടെ കുറ്റങ്ങൾ അവരോടും പറയും. ക്ലിയർ ആയോ? അതുകൊണ്ട് ഈ മൂന്ന് ആൾക്കാരോട് ഞാൻ എൻ്റെ ഇമോഷണൽ സംഗതി പകർന്നേക്കാം, വലിയൊരു ആശ്വാസം കിട്ടും, ഒരു ചുക്കം കിട്ടത്തില്ല. സൂക്ഷിച്ചും കണ്ടും നിങ്ങളുടെ സങ്കടങ്ങൾ പറയാനായിട്ടുള്ള ഒരിടം തിരഞ്ഞെടുക്കുക. സേഫ് സ്പേസ് ഉണ്ട്. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഖുഷ്. ഓൾവേസ് കീപ് സ്മൈലിംഗ്.